എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ രാവിലെ തന്നെ അരിയും ഉഴുന്നും വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ഞാൻ ഉഴുന്ന് മാത്രം ഇട്ടതാണ് കേട്ടോ. 4 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്നുള്ള കണക്കിലാണ് ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇഡ്ഡലി റൈസില്ലേ, ആ റൈസാണ് ഞാൻ കുതിരാനായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴുക്കലരി നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആട്ടാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് രാവിലെ എന്തുണ്ടാക്കുമെന്ന് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഇതുപോലെ ഈ സമയത്തൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ വൈകി കഴിഞ്ഞാൽ പിന്നെ പല തിരക്കുകളും കാരണം പിന്നെ 6 മണിക്ക് ശേഷം നമ്മൾ ഇലക്ട്രിസിറ്റിയും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. കാരണം അപ്പം പലരും ഞാൻ ഇതിനു മുൻപ് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇത്തടെ വീട്ടിൽ സോളാറില്ലേന്ന് ചോദിച്ചു. എന്ത് തന്നെ ഉണ്ടെങ്കിലും നമ്മൾ 6 മണിക്ക് ശേഷം ഇത് ഉപയോഗിക്കുന്നത് ഇരട്ടി ബില്ല് വരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാൻ ഉപ്പിട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ മുൻപ് ഞാൻ ഗ്രൈൻഡറിൽ തന്നെയാണ് ആട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ ഇഡ്ഡലിക്കൊക്കെ. പക്ഷെ പിന്നെ എനിക്ക് പല തിരക്കും ഒക്കെ ഉള്ളത് കൊണ്ട് മിക്സിയെ തന്നെ വീണ്ടും ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പം അത് ഒരു വ്യത്യാസം തന്നെയാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഗ്രൈൻഡറിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഇത് തന്നെ നമ്മൾ ഈ ഒരു അളവ് തന്നെ ഗ്രൈൻഡറിലാണ് അരയ്ക്കണമെങ്കിൽ ഇരട്ടി മാവ് നമുക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ഈ മിക്സിയിൽ അരയ്ക്കുമ്പോഴേ ഞാൻ ഒരുപാട് നേരമൊന്നും അരച്ചെടുക്കത്തില്ല കേട്ടോ. ഒരുപാട് നേരം വച്ചാൽ അരഞ്ഞു കിട്ടും എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. കാരണം അതിനൊരു ടൈമുണ്ട്, അത്ര മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. മിക്സി ചൂടാകാൻ അനുവദിക്കത്തില്ല കേട്ടോ. പിന്നെ മിക്സി ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അരച്ചിട്ട് മാറാൻ പറ്റും. പിന്നെ 2 or 3 ബാച്ചായിട്ട് നമ്മളങ്ങ് അരച്ചെടുത്താൽ മതിയല്ലോ. അപ്പം ഞാനിവിടെ ഉഴുന്ന് അരച്ചതിന് ശേഷമാണ് അരി അരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇത് നല്ലതുപോലെ കൈയൊന്നൊക്കെ കഴുകിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് കേട്ടോ. ഇപ്പം ഇതുപോലെ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് രാവിലെ എങ്ങനെ ഇരിക്കും എന്നുള്ളതേ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കൈകൊണ്ട് ഇതുപോലെ ഇളക്കിയെടുക്കുന്നതും സ്പൂൺ കൊണ്ട് ഇളക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? തോന്നിയിട്ടുള്ളവരൊക്കെ ഒന്ന് പറയുക കേട്ടോ. ശരിക്കും കൈകൊണ്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മാവ് പ്രത്യേക രീതിയിൽ വരും. അതൊരു നഗ്നമായ സത്യമാണ്. എന്തായാലും മാവ് അരച്ച് വെക്കുമ്പോൾ തന്നെ പകുതിയല്ല 3/4 സമാധാനമാവും കേട്ടോ. അപ്പം അത് പൊങ്ങാനായിട്ട് ഞാൻ ഒന്ന് മാറ്റി വെക്കണേ. അപ്പോഴാണ് ഞാൻ ഓർത്തതേ അരി പൊടിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം നിസാറിക്കാട് വന്നപ്പോഴേക്കും നിസാറിക്കാടയിൽ കൊടുത്തു വിട്ട് കേട്ടോ. കാരണം നല്ല മഴക്കാറ് കാണുന്നുണ്ട്. അപ്പം നിസാറിക്കാടത്ത് ഞാൻ പറഞ്ഞു, ഇപ്പം ഇത് പൊടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാർ എടുത്തിട്ട് പോയി പൊടിപ്പിക്കേണ്ടി വരും. കറക്റ്റ് നിസാറിക്ക വീട്ടിൽ വന്ന് കയറിയത് മഴ പെയ്തു കേട്ടോ. അല്ലായിരുന്നെങ്കിൽ മാവ് ഇന്നൊരു പരുവായിപ്പോയേനെ. അപ്പം ഞാൻ മാവൊക്കെ അവിടെ വെച്ചിട്ട് നേരെ ഇവിടെ വന്ന് ഈ മഴ കാണാൻ വന്നതാണേ. അതൊരു സുഖം തന്നെയാണ്. ഇങ്ങനെ ഇരുന്ന് ഈ ഒരു കാഴ്ചകൾ കാണുക എന്ന് പറയുമ്പോൾ മനസ്സിന് എന്തൊക്കെയോ നല്ലൊരു സന്തോഷം തോന്നും കേട്ടോ. ഇതൊക്കെ ആസ്വദിക്കുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ. എന്തായാലും അവിടെ ആസ്വദിച്ചിരുന്ന് കഴിഞ്ഞാൽ മാവ് ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും. അപ്പം ഞാൻ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് തട്ടി വെക്കണേ. നിസാറിക്കയൊക്കെ ഭയങ്കര എതിർപ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ പറയും, പിന്നെ ന്യൂസ് പേപ്പറിന് ചിലതിനൊക്കെ നമ്മളിങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറയും. അപ്പം ഞാൻ പറയും, നീ ഒരു കവർ നൂത്തിട്ടിട്ട് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല. നമ്മൾ ന്യൂസ് പേപ്പറിൽ വിരിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത്ര കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തട്ടി മാറ്റുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പം നിസാറിക്കയ്ക്ക് ഇത് ഭയങ്കര ഇടങ്കേറാണ് കേട്ടോ. ന്യൂസ് പേപ്പറിൽ പൊതിയുക, ന്യൂസ് പേപ്പറിൽ ഇതുപോലെ മാവ് തട്ടി വെക്കുക. ഞാൻ പൊതിയാറൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് പ്രഭാതം നോക്കാനായിട്ട് ഞാനിങ്ങനെ വന്നപ്പോഴേക്കിട്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കൊപ്പം സനക്കുട്ടിയും കൂടെ നിൽക്കണേ. നിസാറിക്ക പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നിസാറിക്കയുടെ ഒപ്പമാണ് സനക്കുട്ടി ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് ഇങ്ങ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോള് പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഇങ്ങനെയാണ് കേട്ടോ. ഈ ചെയറൊക്കെ ഞാൻ പറയാറില്ലേ, എടുത്ത് അകത്ത് വെക്കും. അകത്ത് വെക്കണമെന്ന് വെച്ചാൽ പൂച്ചയൊക്കെ ഇവിടെ ഉണ്ടേ. അപ്പോൾ അതൊക്കെ കയറി ഇരുന്നാലോ എന്ന് കരുതിയിട്ട് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇടങ്കേറല്ലേ. അത് പിന്നെ കഴുകാതെ നമുക്ക് മനസ്സിനൊരു സുഖവും കിട്ടത്തില്ല. അതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടിയാൽ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്ത് പുറത്തിടും. പിന്നെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ പകലൊന്നും ഇങ്ങനെ പൂച്ചയൊന്നും അങ്ങനെ ഇതിലേക്കൊന്നും നടന്നു പോയാലും ഇങ്ങോട്ടൊന്നും കയറത്തില്ല കേട്ടോ.
അപ്പോൾ സനക്കുട്ടി ആ സ്റ്റൂളിൽ കയറി ഇരിക്കുകയാണേ. അപ്പം ഞാൻ ഉറക്കം വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നിസാർക്ക് പള്ളി പോകാൻ നേരം ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് വന്ന് നിന്നത്. ഞാൻ പറഞ്ഞു മോളിങ്ങ് വാ, വന്ന് കിടന്ന് ഉറങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ലേ. അപ്പം ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോയിട്ട് പതുക്കെ ഒന്ന് ഉറക്കട്ടെ. അപ്പോൾ സനക്കുട്ടിയെ ഞാൻ ഉറക്കിയിട്ട് വന്നിട്ട് ഇതാ ഈ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ നേരം വെളുത്ത് വരുമ്പോഴേക്കുണ്ടല്ലോ ഇങ്ങനെ ഇരുട്ട് ഇഷ്ടമേ അല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ നമ്മൾ വീഡിയോ വയ്ക്കുമ്പോൾ തന്നെ നിസാറിക്ക് അടുത്ത് ഞാൻ പറഞ്ഞിരുന്ന കാര്യം, നല്ല എയർ സർക്കുലേഷൻ വേണം, നല്ല പ്രകാശം വേണം, വീടിന് വെട്ടവും വെളിച്ചവും. അങ്ങനെയുള്ള വീഡിയോകൾക്കൊരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ. ജനാലകൾ എത്ര കൊടുത്താലും അത് കുഴപ്പമൊന്നുമില്ല, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളപ്പം ഒരു സുഖം തന്നെയാണല്ലോ. ഉറക്കം കിടത്തിയ ആളിതാ എഴുന്നേറ്റ് എൻ്റെ പുറകെ ഇതാ വീണ്ടും വന്നു. ഇനിയിപ്പോൾ എപ്പോൾ ഉറങ്ങുമോ ആവോ. ഇതാണ് സനക്കുട്ടി കേട്ടാ. വലിയ കാര്യത്തിൽ ഞാൻ കൊണ്ടുപോയി കിടത്തിയതാണ്. അപ്പം ഞാൻ നേരം വെളുത്ത് വന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീട്ടിൽ രാവിലെ ഇങ്ങനെ പുകയ്ക്കുന്നത്, ഊതൊക്കെ പുകയ്ക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഈ കനൽ എവിടെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കനൽ നമ്മളുടെ ഇവിടെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ പുകയ്ക്കുന്നത് ഞാൻ മുൻപും പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഈ നാട്ടിൽ പുകയ്ക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ എനിക്കെന്തോ അതിനത്ര അങ്ങോട്ടൊരു സുഖം തോന്നിയില്ല കേട്ടോ. ഏതെങ്കിലും നല്ല അറബിക് സ്മെല്ലൊക്കെ ഉള്ളത് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നത് അറിയാമെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ. ഏതാണ് ബ്രാൻഡ്, അതൊക്കെ ഒന്ന് ഇവിടെ കിട്ടും എന്നൊക്കെ അറിയുന്നവരൊന്ന് പറയുക കേട്ടോ, ഓൺലൈനിൽ കിട്ടുമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ വീട് മൊത്തം ഒരു പരിമളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അടുക്കളയിലേക്ക് വന്ന് മാവ് നോക്കിയപ്പോൾ കണ്ട ഇന്നലെ ആട്ടി വെച്ച മാവ് കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനിതിപ്പം ആവശ്യത്തിനുള്ളത് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് ബാക്കി അടച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അല്ലെങ്കിൽ എന്തെന്നാൽ പുറത്തിരുന്നിട്ട് മാവ് അങ്ങ് പുളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാനിതാ ചായക്ക് വെച്ചത്. പിന്നെ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴേക്കും അതിനൊരു സുഖം തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതൊക്കെ ഒരു ജോലി ഭാരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആകെ ഒരു വിഷമവും സങ്കടമൊക്കെ വരുന്നത് കേട്ടോ. അപ്പം രാവിലെ ഇതുപോലെ നല്ല ചായയൊക്കെ കുടിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ, ഇപ്പം മഴയാണ്, ഇനി ഇവിടെ മാത്രമാണോ മഴയെന്നുള്ളതൊന്നും അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇപ്പം 2 ദിവസമായിട്ട് ഇതുപോലെ ആദ്യം ചെറുതായിട്ട് മഴ പൊടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇടയ്ക്ക് നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. ഇപ്പോഴും ചെറുതായിട്ട് വെളിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഏതൊക്കെ ജില്ലക്കാർക്ക് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതെന്നുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ചായ എടുത്തു. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് കറിക്ക് വേണ്ടിയിട്ട് കറിവേപ്പില നോക്കുമ്പോൾ സംഭവം തീർന്നിരുന്നേ. ഞാൻ ഇവിടെ കറിവേപ്പില നിൽക്കുന്നതാണെങ്കിൽ ഞാൻ ഒടിച്ച് കവറിലാക്കി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഇതിപ്പം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. എന്തായാലും കറിവേപ്പില പറിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇലകൾ നോക്കുമ്പോഴേക്ക് നല്ല വൃത്തിക്കുള്ള ഇലകളൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പം ശരിക്കും ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു അവസ്ഥയൊക്കെ കാരണം കരിവേപ്പിലയും പരിപാലിക്കാൻ പറ്റാതെ അങ്ങ് നിൽക്കുകയാണ്. ഇനി ഞാൻ വിചാരിക്കേണ്ട ചട്ടിയിൽ 1-2 കിച്ചൻ്റെ അവിടെ തൈ വാങ്ങിച്ച് വെച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ. ഇന്നിപ്പോൾ ഫാബിമോൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റി ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കുറച്ച് അധികം കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും സവാളയും ക്യാരറ്റും ഒക്കെ എടുത്തത് കേട്ടോ. അതുപോലെ തന്നെ സനക്കുട്ടിക്കും ഫാബിമോൾക്കും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫാബിമോൾക്ക് അൽഹംദുലില്ലാ ഹീലായി വരുന്നുണ്ട്. നമ്മുടെ സനക്കുട്ടിയെ ഒരു 3-4 ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്തെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞല്ലേ, അതുകൊണ്ട് നമുക്ക് പേടിയാണ് എന്തെങ്കിലും ഇനിയിപ്പോൾ ഉള്ളിലേക്ക് വല്ലതും പറ്റിയോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇതുവരെ നമ്മളുടെ കാഴ്ചപ്പാടിലൊന്നും പടച്ചവൻ സഹായിച്ചൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നാളെ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും അറിയാം. ഇനിയിപ്പോൾ ഫാബിമോളുടെ അവരാ ബാൻഡേജൊക്കെ മാറ്റി കഴിയുമ്പോഴേക്കേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഒന്നും കൂടി അവർ എക്സ്റേ എടുപ്പിക്കുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം ചെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ ഇതെല്ലാം കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഒരുപാട് സമയം നിൽക്കുന്ന, നമുക്കൊന്നിനും നേരം കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എൻ്റെ അനുഭവമാണേ പറയുന്നത്. നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ തന്നെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. നമ്മളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും അതോടൊപ്പം തന്നെ ലഞ്ചും കൂടി തയ്യാറാക്കിയാൽ തന്നെ നമുക്കൊരു 9-9:30 മണിയാകുമ്പോഴേക്ക് കിച്ചണിൽ നിന്ന് മാറാനായിട്ട് പറ്റും.
കാരണം നമ്മളെല്ലാം ഒരു ധാരണയോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. ഇപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഇട സമയങ്ങളിൽ നമുക്ക് ഉച്ചത്തേക്കുള്ള ഇപ്പം മീൻ കിട്ടുകയാണെങ്കിൽ മീൻ വൃത്തിയാക്കി വെക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഇപ്പം കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ജോലി എളുപ്പമാക്കി തരും കേട്ടോ. നിങ്ങൾ എൻ്റെ സ്ഥിരം വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും, ഞാനാണെങ്കിൽ ഇതുപോലെ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് കഴിക്കുന്നതിന് ജസ്റ്റ് മുൻപായിരിക്കും അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോൾ അത് നമുക്ക് ചൂടോടെ കഴിക്കാനും പറ്റും. അപ്പം ഞാനിതാ ഇപ്പം ഈ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കൂടി പാനിലേക്ക് കടുകും വറ്റൽമുളകും ഉഴുന്നും ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ഒരു പച്ച ചൊവ വരും. അങ്ങനെ വരുമ്പോഴേക്ക് കഴിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കാണെങ്കിൽ പച്ച ചൊവയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുത്തിരിക്കുന്ന മാവിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലിപ്പം ഞാൻ ഈ 2 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും, വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ എല്ലാവരുടെ അടുത്ത് എപ്പോഴും പറയണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം. അതിന് പ്രായം എന്നുള്ളതൊന്നും അല്ല, കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സ്റ്റെപ്പ് കയറുമ്പോഴായാലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായാലും ബാത്റൂമിലേക്ക് പോകുമ്പോഴായാലും. ഇപ്പം മഴയൊക്കെ വരുന്ന സീസണാണ്, അതുകൊണ്ട് തന്നെ മുറ്റത്തേക്കൊക്കെ വെള്ളം കിടക്കും. അപ്പം അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഒന്ന് നടന്നില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ നമ്മൾ സ്വയം സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലെ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഓയിൽ ചിലവാകത്തുമില്ല. നമുക്ക് സ്പ്രേ ചെയ്യുമ്പോഴേക്ക് എളുപ്പത്തിൽ കാര്യം നടക്കുകയും ചെയ്യും. പിന്നെ ഗ്യാസൊക്കെ ലാഭിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ഇഡ്ഡലി ചെമ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആട്ടി വെച്ച മാവിൽ നിന്ന് ഇപ്പം ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് കേട്ടോ, ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ ഈ വഴറ്റിയ വെജീസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് റോ വെജിറ്റബിൾസ് ആണ് ഇതിൽ ഇടുകയാണെങ്കിൽ നമുക്കിത് ആവിയേറ്റി വരുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു ചൊവയും അതങ്ങനെ വരും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു നോക്കും. ഇപ്പം അവർക്ക് സ്കൂളിൽ പോകുമ്പോഴേ ടിഫിൻ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയല്ലേ, ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്, വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ഇപ്പോൾ വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കത് ചിലപ്പോൾ അതൊരു തടസ്സമായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് മാറുന്ന ഒരാളാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ ഒരു 3-4 പേരുണ്ട്, അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആരും ചെയ്യത്തില്ല. എന്തെന്നാ ആള് കൂടുന്നിടത്ത് പാമ്പ് ചാകൂല, അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ല എന്ന് പറയുന്നത് പോലെ ഇരിക്കും. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം. ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിനുള്ളിൽ അത് ചെയ്ത് തീർക്കുകയും വേണം. അപ്പം എന്ത് കാര്യവും നമ്മൾ വേഗത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് നോക്കണം. എന്തെങ്കിലും നമ്മൾ ഒരെണ്ണം എല്ലാത്തിലും ചെന്ന് കൈയിട്ടിട്ട് എവിടെയും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാക്കുക എന്ന് പറഞ്ഞിപ്പം പിന്നെ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അപ്പം ചെയ്യണത് നമ്മൾ ഒതുക്കി പോവുകയാണെങ്കിൽ നമുക്ക് അധികം ജോലി ഭാരമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഇഡ്ഡലിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഇവിടെ സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പ്രഷർ കുക്കർ എടുത്തിട്ട് ഈ സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലിയുണ്ട് കേട്ടോ, ഒരു 8-10 വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ വേണ്ടത് തക്കാളിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അത്ര പഴുത്ത തക്കാളി അല്ലായിരുന്നു, നല്ല പഴുത്ത ചുവന്ന തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. നമ്മൾ എന്ത് കറി തന്നെ ഉണ്ടാക്കിയാലും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം നല്ല രുചികരമായിരിക്കണം ആ ഒരു കറി. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഇനിയിപ്പം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മുളക് പൊടി ഇടാവൂ, ഒരുപാട് മുളകൊന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്.
ഇനി കുറച്ച് വെള്ളം, അത് നികക്കെയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 2-3 വിസിൽ വരെ വേവിച്ചെടുക്കാമേ. സത്യം പറഞ്ഞാൽ അതുപോലെ പലരും എൻ്റെ കൈയുടെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ 2-3 ദിവസമായിട്ട് എൻ്റെ കൈവേദന അസഹനീയമായി തുടരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്നെ ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്കൊന്ന് കൈ ഒഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് എടുക്കാൻ. അപ്പം ഞാൻ നിസാറിക്ക് അടുത്ത് പറയണ്ടേ എൻ്റെ കൈ ഭയങ്കര നല്ല വേദനയായിരിക്കുന്നതെന്ന്. അപ്പം നിസാറിക്ക് എൻ്റെ അടുത്ത് പറയണ്ടേ ഞാൻ അടുക്കളയിൽ വന്ന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഞാനങ്ങ് ചെയ്തിട്ട് പെട്ടെന്ന് പോകും. ഇവരൊക്കെ വന്ന് സഹായിച്ചാലും നമ്മൾ കൂടെ വന്ന് നിൽക്കുകയല്ലേ. അതിപ്പോൾ എൻ്റെ ഒരു സ്വഭാവ പ്രകൃതി കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പം എനിക്ക് അതിനേക്കാളും ഞാൻ തന്നെ അങ്ങ് ജോലി ചെയ്തിട്ട് അങ്ങ് മാറുമല്ല. എൻ്റെ അടുത്ത് പലരും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ എല്ലാം ഇത്ത തന്നെ ചെയ്യണമെന്ന്. ഇതായി ഞാൻ ഇപ്പം ചെയ്യണ ഈ ജോലിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണി കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയില്ലേ, ഡിഷ് വാഷറൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ അതിൽ വെക്കുന്ന നേരം കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് പാത്രം കഴുകി അങ്ങ് മാറാവുന്നതല്ലേ ഉള്ളൂ എന്ന് ഞാനും ചിന്തിക്കാറുണ്ടേ. ഇത് നമ്മൾ സിങ്കിൽ കൂട്ടിയിടുമ്പോഴാണ് പ്രശ്നം വരുന്നത് പാത്രങ്ങളെ. മറ്റത് ഈ ഒരു ഗ്യാപ്പിൽ ഇതങ്ങ് കഴുകി അങ്ങ് മാറ്റി നമ്മളുടെ ജോലി അപ്പോൾ എളുപ്പമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മുടെ കിച്ചൺ നീറ്റായിട്ട് ഇരിക്കണം. എനിക്കത് കുറച്ച് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. നമ്മളൊരു കിച്ചണിലേക്ക് നമ്മൾ ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കുന്നതല്ലേ, അപ്പം അത് വൃത്തിയില്ലാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. എന്നാ എപ്പോഴും നമ്മളുടെ കിച്ചൺ നല്ല വൃത്തിക്കും വെടുപ്പിനും ഇരിക്കണം എന്നുള്ള ഒരു ചിട്ടക്കാരിയാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ പാത്രം കഴുകി മാറുന്നതിനോടൊപ്പം ഈ സിങ്കും ഒന്ന് തേച്ച് കഴുകിയിട്ടൊന്ന് മാറണം കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ അണുക്കളൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ഇനിയിപ്പം ലഞ്ച് ഉണ്ടാക്കേണ്ടതാണല്ലോ, അതും കൂടി കഴിഞ്ഞിട്ട് കഴുകാം, അങ്ങനെ ചിന്തിക്കുന്നതാണ് കുഴപ്പം കേട്ടോ. നമ്മൾ ഈ ഓരോ ജോലികൾ കഴിയുമ്പോഴേക്കും നമ്മൾ പരിപാലിച്ച ആ ഒരു സ്ഥലവും സിങ്കും ഒക്കെ നീറ്റായിട്ട് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് മാറുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് അങ്ങനെ ജോലി ഭാരമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഇഡ്ഡലി ഇതാ തട്ടിൽ നിന്ന് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തട്ടിൽ നിന്ന് മാറ്റണേ. ഇതാണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ഇഡ്ഡലിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ഇഡ്ഡലിയെല്ലാം എടുത്ത് കാസറോളിലേക്കൊന്ന് മാറ്റാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി വീട്ടിലുണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേട്ടാ. ഇപ്പം മാവ് അരച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാളെ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇഡ്ഡലി റെഡിയായി. ഇതാ നമ്മളുടെ പ്രഷർ കുക്കറിൽ പ്രഷർ പോയ ശേഷം ഞാൻ ഇതാ കുക്കറൊന്ന് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതാ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പം തണുത്ത ശേഷം വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താലും മതി. ഞാൻ പിന്നെ ഈ ബ്ലെൻഡർ ആകുമ്പോഴേക്ക് ചൂടോട് കൂടിയിട്ട് നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. തക്കാളിയല്ലേ പെട്ടെന്ന് തന്നെ ഒന്നത് കുക്കറിലിട്ട് വേവിച്ചതും കൂടിയല്ലേ, അത് റെഡിയായി കിട്ടും. അപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്ക് നല്ല ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണേ. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും ഉണ്ടാക്കുമ്പോഴും ഇനി ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നൊക്കെ മനസ്സിൽ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സമയം കിട്ടും കേട്ടോ. താളിക്കുന്നതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ചേർക്കുമ്പോൾ ആ താളിപ്പിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഇതിലിപ്പം ഞാൻ കടുക് പൊട്ടിച്ച ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മസ്റ്റായിട്ട് ഈ തക്കാളി ചട്നിയിൽ ഉഴുന്ന് പരിപ്പ് വേണം, എങ്കിലേ ആ ഒരു രുചി ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വറ്റൽമുളകും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത ശേഷം ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കായത്തിൻ്റെ മണം കൂടി കിട്ടുമ്പോഴേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ശരിക്കും നമ്മൾ ഈ രീതിയിൽ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ ചെന്ന് തക്കാളി ചട്നി വാങ്ങിക്കുന്ന ആ ഒരു അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പം ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതാ കണ്ടോ, ജോലിയും കഴിഞ്ഞിട്ടുണ്ട്, തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഇഡലിയും റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകുറുത്ത തക്കാളി ചട്നിയാണ് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ.
അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇതൊക്കെ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ദാ ഇഡ്ഡലിയും തക്കാളി ചട്നിയും ഫാബിമോൾക്ക് കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് വേണം നിസ്സാറിക്കാക്കും കുഞ്ഞിനും ഒക്കെ ആഹാരം കൊടുക്കാനുള്ളത്. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.